കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ കാർബോഹൈഡ്രേറ്റ് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് മോണോസാക്കറൈഡ് എന്താണ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതിന്റെ പ്രിപ്പറേഷൻ, ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസും അതിന്റെ റിംഗ് സ്ട്രക്ചറും, പിന്നെ അത് കൂടാതെ ഈ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിന്റെ എവിഡൻസസും ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരുന്നു. ഗ്ലൂക്കോസിന്റെ 2 സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറനോസും ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോപൈറനോസും ആണ്. അതായത് ഈ ഒരു സ്ട്രക്ചർ ഓർഗാനിക് കോമ്പൗണ്ട് ആയ പൈറാനിന് സിമിലർ ആയതുകൊണ്ടാണ് ഇതിനെ ഒരു പൈറനോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രക്ടോസിനെ പറ്റിയിട്ടാണ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മോണോസാക്കറൈഡ് ആണ്. Fructose is an important ketohexose. It is obtained along with the glucose by the hydrolysis of disaccharide sucrose. It is natural monosaccharide found in fruits, honey, and vegetables in its pure form, and it is used as a sweetener. It is also an important ketohexose. അതായത് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് കീറ്റോഹെക്സോസ് ആണ്. ഇപ്പൊ കീറ്റോഹെക്സോസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ കീറ്റോണിക് ഗ്രൂപ്പും പ്രസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ 6 കാർബൺ ആയിട്ടായിരിക്കും പ്രസന്റ് ആയിരിക്കുക. അതുകൊണ്ടാണ് അതിനെ ഹെക്സോസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ ഫ്രക്ടോസ് എങ്ങനെയാ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാല് ഡൈസാക്രൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പം ഗ്ലൂക്കോസിന്റെ കൂടെ കിട്ടുന്നതാണ് ഫ്രക്ടോസ്. അതായത് നമ്മുടെ സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. സോ ഫ്രക്ടോസ് എന്താണ്? ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള മോണോസാക്കറൈഡ് യൂണിറ്റ് ആണ്. ഫ്രൂട്ട്സിലും ഹണിയിലും വെജിറ്റബിൾസിലും ഒക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ പ്യുവർ ഫോം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്വീറ്റ്നർ. ഇത് സ്വീറ്റ്നർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രക്ടോസിന്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീറ്റോഹെക്സോസ് ആണ്. ഇനി അടുത്തത് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആണ്. The fructose also has the molecular formula C6H12O6, and on the basis of its reaction, it was found to contain a ketonic functional group at a carbon number 2 and 6 carbons in straight chain, as in the case of glucose. And it belongs to D series and is a levorotatory compound. It is approximately written as D minus fructose, and its open chain structure is as shown. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. C6H12O6. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. ഇതേ ഫോർമുല തന്നെയാണ് ഫ്രക്ടോസിന് ഉള്ളത്. ദ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പും ഫ്രക്ടോസിന്റെ കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ കീറ്റോണിക് ഗ്രൂപ്പ് കാർബൺ നമ്പർ 2ലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് കീറ്റോണിക് ഗ്രൂപ്പ്. ഇത് 2nd കാർബണിലാണ് ഈ കീറ്റോണിക് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത്. അത് കൂടാതെ 6 കാർബൺ ആറ്റംസ് ഉണ്ട്.
ആ 6 കാർബൺ ആറ്റംസ് എങ്ങനെയാണ് സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഗ്ലൂക്കോസിനുള്ള പോലെ തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് കാർബണിൽ കീറ്റോണിക് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉള്ളതാണ്. It also exists in two cyclic forms which are obtained D minus fructose by the addition of OH hydroxyl group at C5 to the ketonic functional group. The ring thus formed is a 5-membered ring and is named as furanose with analogy to the compound furan. And furan is a 5-membered cyclic compound with 1 oxygen and 4 carbon atom. അതായത് ഈ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഈ 5th കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇതാണ്. ഈ 5th കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈ സെക്കൻഡ് കാർബണില് എൻ്റർ ചെയ്യും. എന്നിട്ടാണ് അവിടെ ഒരു റിങ്, ഓക്സിജന്റെ ഒരു റിങ് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഈ റിങ്ങില് എത്ര കാർബൺ ആറ്റംസ് പ്രസന്റ് ആയിരിക്കും? 5-membered കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യുക. സോ ആ ഒരു റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഫ്യൂറാൻ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന് സിമിലർ ആയതുകൊണ്ടാണ് ഇതിനെ ഫ്യൂറാനോസ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂറാൻ ഈസ് എ 5-membered cyclic compound വിത്ത് 1 oxygen and 4 carbon atom. ഇവിടെ കാണുന്നുണ്ട് ഒരു ഓക്സിജൻ ആറ്റം ആൻഡ് 4 കാർബൺ ആറ്റം ഉണ്ട്. ഇത് 1, ഇത് 2, ഇത് 3, 4. 4 കാർബൺ ആറ്റും ഒരു ഓക്സിജനും ഉള്ളതാണ് ഈ ഒരു ഫ്യൂറാൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന് സിമിലർ ആണ് എന്തെന്ന് നമ്മുടെ ഈ ഒരു ഫ്രക്ടോസിനെ സൈക്ലിക് ആക്കിയാലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്യൂറാനോസ് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രക്ചർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറനോസും ഉണ്ട്, ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറനോസും ഉണ്ട്. അതെങ്ങനെ ഈ ഒരു മൈനസ് സൈൻ വന്നതിന് കാരണം ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ലീവോ റൊട്ടേറ്ററി ആണ്. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇത് റൊട്ടേറ്റ് ചെയ്യിക്കുക. അതുകൊണ്ട് ഇത് ലീവോ റൊട്ടേറ്ററി ആണ്. ലീവോ റൊട്ടേറ്ററി ആയതുകൊണ്ട് ഇതിന് മൈനസ് സൈൻ ആണ് ഇടുക. അതുകൊണ്ടാണ് ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറനോസ് ആൻഡ് ഇതെന്താണ് ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് the cyclic structure of 2 anomers of fructose are represented by Haworth structure as given. So ഇത് ഇവിടെ രണ്ടും കാണിച്ചിരിക്കുന്നത് ഫ്രക്ടോസിന്റെ സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇത് രണ്ടും. ഇപ്പോ നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു പിക്ചറിന ഇതിന് മുകളിൽ കണ്ട ആ ഒരു സൈക്ലിക് സ്ട്രക്ചറിന സ്ട്രേറ്റ് ചെയിനിന്റെ ആ സ്ട്രക്ചറിന സൈക്ലിക് രൂപത്തിലാക്കിയതാണ് ഇത് രണ്ടും. അപ്പൊ നമ്മൾ ഫ്രക്ടോസിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രക്ടോസും ഗ്ലൂക്കോസും നമ്മൾ പഠിച്ചത് അത് രണ്ടും എന്താണ് മോണോസാക്കറൈഡ് ആണ്. അപ്പൊ മോണോസാക്കറൈഡ് എന്നുള്ള ഒരു പാർട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡൈസാക്കറൈഡിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഡൈസാക്കറൈഡ് എന്ന് വെച്ചാൽ എന്താണ്, അത് ഹൈഡ്രോളിസിസ് ചെയ്താല് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കിട്ടും. അത് ഡിഫറെന്റ് കോമ്പൗണ്ട് ആവാം അല്ലെങ്കിൽ സെയിം കോമ്പൗണ്ട് ആകാം. You have already read that the disaccharide on hydrolysis with dilute acid or enzyme yield 2 molecule either the same or different monosaccharide. എന്താണ്, ചിലപ്പം സെയിം മോണോസാക്കറൈഡ് കിട്ടാം അല്ലെങ്കിൽ എന്താ ഡിഫറെന്റ് മോണോസാക്കറൈഡ് കിട്ടാം.
The two monosaccharides are joined together by a oxide linkage formed by the loss of water molecule. And such a linkage between two monosaccharide unit through oxygen atom is called glycosidic linkage എന്ന് പറയും. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അതായത് നമ്മൾ ഈ രണ്ട് മോണോസാക്രൈഡ് കിട്ടുന്നു പറഞ്ഞല്ലോ, ഡൈസാക്രൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താല് ഈ രണ്ട് മോണോസാക്രൈഡ് ജോയിൻ ചെയ്തിട്ടാണ് ഡൈസാക്രൈഡ് ഉണ്ടാകുന്നത്. എങ്ങനെ ജോയിൻ ചെയ്യുന്നത് വെച്ചാല് joined together by oxide linkage formed by the loss of water. അതായത് ഈ രണ്ട് മോണോസാക്കറൈഡും തമ്മിൽ ഒരു ഓക്സൈഡ് ലിങ്കേജ് ഫോം ചെയ്യും. ഓക്സൈഡ് ലിങ്കേജ് എങ്ങനെ ഫോം ചെയ്യുന്ന വെച്ചാൽ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഓക്സൈഡ് ലിങ്കേജ് ഫോം ചെയ്യും. ആ ഒരു ലിങ്കേജിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയാം. So what is glycosidic linkage? The linkage between two monosaccharide units through oxygen atom. ഓക്സിജൻ ആറ്റം വഴിയുള്ള മോണോസാക്കറൈഡിന്റെ രണ്ട് മോണോസാക്കറൈഡിന്റെയും ലിങ്കേജിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയാം. ഇൻ ഡൈസാക്കറൈഡ് ഇഫ് ദ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് ഓഫ് മോണോസാക്കറൈഡ് അതായത് ആൽഡിഹൈഡിക് ഓർ കീറ്റോണിക് ഗ്രൂപ്പ്സ് ആർ ബോണ്ടഡ്, ദീസ് ആർ നോൺ റെഡ്യൂസിംഗ് ഷുഗേഴ്സ്. എക്സാമ്പിൾ സുക്രോസ്. On the other hand, the sugar in which these functional groups are free are called reducing sugars. For example, maltose and lactose. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂക്രോസ് എന്ന് പറയുന്നത് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അത് എന്തുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് ആയത്? ഈ സൂക്രോസിലുള്ള ആൽഡിഹൈഡിക് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് എന്താണ്, അത് ബോണ്ടഡ് ആയിട്ട് ഉണ്ടാവുക, അത് ഫ്രീ ആയിരിക്കില്ല. അപ്പൊ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ അതിനെന്താണ് റെഡ്യൂസിങ് ചെയ്യാൻ പറ്റില്ല. ടോളൻസിനോ അല്ലെ ഫെല്ലിങ്ങിനോ റെഡ്യൂസിങ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് സുക്രോസിനെ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. എന്നാല് മാൾട്ടോസ് ലാക്ടോസിന്റെ ഒക്കെ കേസ് എടുത്താൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, ഫ്രീ ആണ്. അതുകൊണ്ടാണ് അതിനെ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്. നോൺ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ ആണ് സൂക്രോസ് ആൻഡ് റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ ആണ് മാൾട്ടോസും ലാക്ടോസും. അത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി അടുത്തത് ഡൈസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂക്രോസ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ കോമൺ ഡൈസാക്കറൈഡ് ഈസ് സൂക്രോസ് ആൻഡ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ഇക്വമോളാർ മിക്സ്ചർ ഓഫ് ഡി പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് ഡി മൈനസ് ഫ്രക്ടോസ്. അതായത് ഈ സൂക്രോസിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. അതായത് ഡി പ്ലസ് ഗ്ലൂക്കോസും ഡി മൈനസ് ഫ്രക്ടോസും കിട്ടുന്നത്. ഈ ഡി പ്ലസിന്റെ മീനിങ് എന്താണ്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് എന്താണ്? ലീവോ റൊട്ടേറ്ററി ആണ്. ഇതാണ് സൂക്രോസ്. സൂക്രോസിന്റെ മോളിക്കുലർ ഫോർമുല C12H22O11 ആണ്. These two monosaccharides are held together by glycosidic linkage between C1 of alpha D glucose and C2 of beta D fructose. And since the reducing group of glucose and fructose are involved in glycosidic bond formation, sucrose is a non-reducing sugar. അപ്പോൾ ഈ സൂക്രോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ സൂക്രോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സൂക്രോസ് ഫോം ചെയ്യുന്നത്? ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോസ്, ഇതാണ് ബീറ്റ ഡി ഫ്രക്ടോസ്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ C1
C1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കാർബൺ, ഇതാണ് C1. ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസിന്റെ C2 ആണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ഈ ഓക്സിജന്റെ ഈ ലിങ്കേജ് വരുന്നതിന് മുമ്പുള്ള നോർമൽ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെയും OH ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. സോ ഈ OH ഗ്രൂപ്പ് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. സോ എന്നിട്ട് അവിടെ ഉണ്ടാകുന്നത് ഓക്സിജൻ ആയിരിക്കും. ഓക്സിജൻ മാത്രം, ഈ ഓക്സിജന്റെ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോ നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടില് ഏതൊക്കെ കാർബൺ ആറ്റങ്ങൾ തമ്മിലാണ് ആ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യുന്നത്? C1 ഓഫ് ദ ആൽഫ ഡി ഗ്ലൂക്കോസും ആൻഡ് C2 ഓഫ് ദ ബീറ്റ ഡി ഫ്രക്ടോസും. ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു ലിങ്കേജിന്റെ. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യും. Sucrose is a dextrorotatory, but after hydrolysis it gives dextrorotatory glucose, levorotatory fructose. Since the levorotation of fructose minus 92.4 degree is more than the dextrorotation of glucose plus 52.5 degree, the mixture is levorotatory. Thus, hydrolysis of sucrose brings about a change in the sign of rotation from dextrorotation to levo, and the product is named as invert sugar. അതായത് നമ്മുടെ ഈ സുക്രോസ് എന്താണ്? ഡെക്സ്ട്രോറൊട്ടേറ്ററി ആണ്. എന്നാൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും കിട്ടുന്നുണ്ട്. ഈ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? ഡെക്സ്ട്രോറൊട്ടേറ്ററിയും ബീറ്റ ഡി ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ ലീവോ റൊട്ടേഷൻ ആണ് അധികമായിട്ടുള്ളത്, ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ലീവോ റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ മിക്സ്ചർ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അപ്പോൾ സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസിന്റെ ആ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററിന്ന് ലീവോ റൊട്ടേറ്ററിയിലേക്കല്ലേ ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്, ആ റൊട്ടേഷന്റെ സൈനിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് എന്ത് പറയും? ഇൻവേർട്ട് ഷുഗർ എന്ന് പറയും. സോ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേർട്ട് ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ് ആണ്. ഇനി അടുത്ത ഡൈസാക്കറൈഡ് ആണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. Another disaccharide, maltose, is composed of 2 alpha D glucose units in which C1 of the one glucose is linked to C4 of another glucose unit. The free aldehyde group can be produced at C1 of second glucose in the solution, and it is shown reducing properties. So it is a reducing sugar. അപ്പൊ എന്താ പറയുന്നത്? മാൾട്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ്. മാൾട്ടോസ് എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാല് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. C1 ഓഫ് വൺ ഗ്ലൂക്കോസ് ലിങ്ക്ഡ് ടു C4 ഓഫ് അനദർ ഗ്ലൂക്കോസ്. സോ എന്താണ്? ദ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് C1 ഓഫ് സെക്കൻഡ് ഗ്ലൂക്കോസ് ഇൻ സൊല്യൂഷൻ. സോ എന്താണ്? മാൾട്ടോസ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഷുഗർ ആണ്. എന്താ വെച്ചാൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്ലൂക്കോസിന്റെ C1 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മാൾട്ടോസിന്റെ പിക്ചർ ആണ്. ഇതിൽ ആൽഫ ഡി ഗ്ലൂക്കോസ്
ഇത് ഒരു ആൽഫ ഡി ഗ്ലൂക്കോസ്, ഇത് രണ്ടാമത്തെ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ C1 ഓഫ് ദ ഫസ്റ്റ് ഗ്ലൂക്കോസ് ലിങ്ക്ഡ് ടു C4 ഓഫ് ദ സെക്കൻഡ് ഗ്ലൂക്കോസ്. എന്നിട്ടാണ് ഇതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യും. അപ്പോ ഇതിന്റെ C1 പൊസിഷനില് എന്താണ് ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ഫ്രീ ആണ്. C1 ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ഫ്രീ ആയതുകൊണ്ട് അതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് മാൾട്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. മാൾട്ടോസ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. സൂക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. മാൾട്ടോസ് എന്താണ് റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം എന്താ റീസൺ ചോദിച്ചാൽ എന്താ പറയാ, സെക്കൻഡ് ഗ്ലൂക്കോസിലെ C1 പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ ആണ്. C1 പൊസിഷനിൽ എന്താണ് ഫ്രീ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അപ്പൊ എന്താ അതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാൾട്ടോസ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. It is more commonly known as milk sugar since this disaccharide found in milk. It is composed of beta D galactose and beta D glucose. The linkage is between C1 of the galactose and C4 of glucose. Free aldehyde group may be produced at C1 of the glucose unit. Hence, it is also a reducing sugar. എന്താണ് ലാക്ടോസും എന്താണ് റെഡ്യൂസിങ് ഷുഗർ ആണ്. ലാക്ടോസ് എങ്ങനെ ഉണ്ടാകുന്നത്, ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതില് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഏതൊക്കെ കാർബൺ ആറ്റംസ് തമ്മിൽ ഉണ്ടാകുന്നത്, കാർബൺ ആറ്റത്തിന്റെ ആ ഒരു ബോണ്ട് വഴി ഉണ്ടാകുന്നത് C1 ഓഫ് ദ ബീറ്റ ഡി ഗാലക്ടോസും C4 ഓഫ് ദ ബീറ്റ ഡി ഗ്ലൂക്കോസും തമ്മിലാണ് നടക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യും. ഈ ലാക്ടോസും എന്താണ് റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം എന്താണ് ഈ ഗ്ലൂക്കോസിന്റെ C1 ഒരു ഫ്രീ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അപ്പൊ അതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് റെഡ്യൂസിങ് ഷുഗർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഡൈസാക്കറൈഡ്സിനെ പറ്റിയിട്ടാണ്. 3 ഡൈസാക്കറൈഡ് പറഞ്ഞു. The first one is sucrose and the second one is maltose and the third one is lactose. ഇതില് സൂക്രോസ് മാത്രമാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. മാൾട്ടോസും അതുപോലെ തന്നെ ലാക്ടോസും റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം ഫ്രീ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ട്. അപ്പോ അതിന്റെ സ്ട്രക്ചർ ഒക്കെ അവിടെ പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഏതൊക്കെ കാർബൺ ആറ്റംസ് തമ്മിലാണെന്ന് ഓർമ്മിച്ചു വെക്കുക. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പോളിസാക്കറൈഡിനെ പറ്റിയിട്ടാണ്. Polysaccharide contain a large number of monosaccharide unit joined together by a glycosidic linkage. These are most commonly encountered carbohydrate in nature. They mainly act as a food storage or structural material. അതായത് ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്. ഈ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്, ഫുഡ് സ്റ്റോറേജ് ആണ്. അല്ലെ, ഫുഡ് സ്റ്റോറേജും ആൻഡ് ഓൾസോ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആയിട്ടും ഇത് ആക്ട് ചെയ്യും പോളിസാക്കറൈഡ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പോളിസാക്കറൈഡ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഒക്കെയാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് സ്റ്റാർച്ച്. Starch is the main storage polysaccharide of plant.
and it is the most important dietary source for human beings. High content of starch is found in cereals, fruit, tubers, and some vegetables. And it is a polymer of alpha glucose and consists of two components, amylose and amylopectin. അതായത് സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ ഒരു മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ നമ്മൾ ഫുഡിന്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, ഡയറ്ററി സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. ഈ റൂട്ട്സില്, ട്യൂബേഴ്സില്, വെജിറ്റബിൾസില്, സെറിയൽസിലൊക്കെ എന്താണ് ഹൈ കണ്ടന്റ് സ്റ്റാർച്ച് പ്രസന്റ് ആയിട്ടുണ്ട്. ഈ ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ്, ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാർച്ച് എന്ന് പറയുന്ന പോളിമർ ഉണ്ടാവുന്നത്. ഈ സ്റ്റാർച്ചിൽ എന്താണ് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് കമ്പോണൻസ്? അമൈലോസും അമൈലോപെക്റ്റിനും. ഇതാണ് സ്റ്റാർച്ചിലെ രണ്ട് കമ്പോണൻസ്. Amylose is water-soluble component and which constitute about 15 to 20% of starch. Chemically, amylose is a long unbranched chain with 200 to 1000 alpha D plus glucose unit held together by C1 to C4 glycosidic linkage. ഈ അമൈലോസ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് വാട്ടർ സോലുബിൾ കമ്പോണന്റ് ആണ്. അതില് 15 to 20% ഓഫ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് കെമിക്കലി അമൈലോസ് എന്ന് പറയുന്നത് ഒരു അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. 200 to 1000 വരെ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് അതിലുണ്ടാകും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? C1 to C4 ലിങ്കേജ് വഴിയാണ് ജോയിൻ ചെയ്യുന്നത്. C1 to C4 ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അമൈലോസ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഡെഫിനിഷനും അതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ഓർത്തു വെക്കേണ്ട കാര്യമാണ് അമൈലോസിൻ്റെത്. ഈ ഒരു പാട്ട് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അമൈലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സോലുബിൾ ആണ്. പിന്നെ എന്താ ഉള്ളത്? 15 to 20% സ്റ്റാർച്ച് അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്? അമൈലോസ് എന്ന് പറയുന്നത് ഒരു അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. 200 to 1000 വരെ ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് അടങ്ങിയിട്ടുണ്ടാകും. അതിന്റെ ലിങ്കേജ് എന്ന് പറയുന്നത് ആ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എങ്ങനെ ഫോം ചെയ്യാം? C1 to C4 ലിങ്കേജ് ആണ് ഈ അമൈലോസിലുള്ളത്. ഇനി അടുത്ത പറയുന്നത് അമൈലോപെക്റ്റിൻ. ഇത് രണ്ടാമത്തെ കമ്പോണന്റ് ആണ് സ്റ്റാർച്ചിലുള്ളത്. ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 80 to 85% of starch. And it is a branched chain polymer of alpha D glucose unit in which chain is formed by C1 to C4 glycosidic linkage, whereas branching occurs by C1 to C6 glycosidic linkage. അതായത് അമൈലോപെക്റ്റിൻ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. 80 to 85% ഓഫ് സ്റ്റാർച്ചിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു അമൈലോപെക്റ്റിൻ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്രാഞ്ചഡ് ആയിരിക്കും. അപ്പോൾ C1 to C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ഉണ്ടാകും. ആ ബ്രാഞ്ചിൽ ഏത് ലിങ്കേജാ ഫോം ചെയ്യുക? C1 to C6 ലിങ്കേജും ഫോം ചെയ്യും. സോ ഈ രണ്ട് ലിങ്കേജും ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അമൈലോപെക്റ്റിനിൽ ഉള്ള ലിങ്കേജ് ആണ് C1 to C4ഉം C1 to C6ഉം. അമൈലോസിലുള്ള ലിങ്കേജ് ആണ് C1 to C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ ഈ കാര്യമെല്ലാം ഓർമ്മിച്ച് വെക്കുക. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പോളിസാക്കറൈഡ് ആണ്. അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്. അമൈലോസും ഉണ്ട്, അമൈലോപെക്റ്റിനും ഉണ്ട്. അമൈലോസ് എന്താണ്? വാട്ടർ സോലുബിൾ ആയിരിക്കും. അതില് 2000 to 1000 ഡി പ്ലസ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഉണ്ടാവുക. അൺബ്രാഞ്ചഡ് ആയിരിക്കും. C1 C4 ലിങ്കേജ് ആയിരിക്കും ഉണ്ടാവുക.
അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ഇൻസൊല്യൂബിൾ ആയിരിക്കും വാട്ടറിൽ. ദെൻ എന്താണ് C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ഉണ്ടാകും, അതുപോലെ തന്നെ C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ഉണ്ടാകും. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് അമൈലോസിന്റെ പിക്ചർ ആണ്. അമൈലോസ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ C1C4 ലിങ്കേജ് ഉണ്ട്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അവിടെ കാണുന്നുണ്ട്. ഇതൊരു സിമ്പിൾ സ്ട്രക്ചർ ആണ്. ഗ്ലൂക്കോസ് യൂണിറ്റ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ജോയിൻ ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് അമൈലോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിൽ ബ്രാഞ്ചസ് ഒന്നുമില്ല, ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് അമൈലോപെക്റ്റിന്റെ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമൈലോപെക്റ്റിനിലെ ബ്രാഞ്ചസ് ഉണ്ട്. ആദ്യം സ്ട്രെയിറ്റ് ചെയിൻ ഫോം ചെയ്യുന്നത് C1C4 ലിങ്കേജ് വഴിയാണ് സ്ട്രെയിറ്റ് ചെയിൻ ഫോം ചെയ്യുക. ഇതാണ് സ്ട്രെയിറ്റ് ചെയിന് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ചെയിന് C1C4 ലിങ്കേജ് വഴിയാണ് ആ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഫോം ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ബ്രാഞ്ചില് ഏത് ടൈപ്പ് ലിങ്കേജ് ഫോം ചെയ്യുന്നത്? C1C6 ലിങ്കേജ് ആണ് ഫോം ചെയ്യുന്നത്. സോ അതാണ് അമൈലോപെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സെല്ലുലോസിനെ പറ്റിയിട്ടാണ്. സെല്ലുലോസ് എന്ന് വെച്ചാൽ എന്താണ്? Cellulose occurs exclusively in plants and it is the most abundant organic substance in plant kingdom and it is a predominant constituent of cell wall of plant cell. Cellulose is a straight chain. അപ്പൊ എന്താണ് സെല്ലുലോസ് എന്ന് പറയുന്നത്? നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്നതാണ് ഈ ഒരു പോളിസാക്കറൈഡ്. ഇത് പ്ലാന്റ് കിങ്ഡത്തിലെ തന്നെ ഒരു മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ സെൽ വോൾ, പ്ലാന്റ് സെല്ലിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Polysaccharide composed only of beta D glucose unit and which are joined by glycosidic linkage between C1 of one glucose unit and C4 of the next glucose unit. അതായത് ഈ ഒരു സെല്ലുലോസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുക. ഈ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യുന്നത് C1 of one ഗ്ലൂക്കോസ് യൂണിറ്റും C4 of the ഗ്ലൂക്കോസ് യൂണിറ്റും ആണ്. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ്. സെല്ലുലോസിൽ ഏത് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് കമ്പൈൻ ചെയ്യുക? ബീറ്റ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇനി ആ ഒരു ഗ്ലൂക്കോസ് യൂണിറ്റ്സ് തമ്മിലുള്ള ലിങ്കേജ് C1 ആൻഡ് C4 ആണ്. C1C4 ലിങ്കേജ് ആണ് ഉള്ളത്. ഇനി അടുത്ത നമ്മൾ പറയുന്ന പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. The carbohydrates are stored in animal body as glycogen. കാർബോഹൈഡ്രേറ്റ് ആനിമൽ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോജന്റെ രൂപത്തിലായിരിക്കും. It is also known as animal starch because its structure is similar to amylopectin and is rather more highly branched and it is present in liver, muscles and brain. When the body needs glucose,
Enzymes break the glycogen into glucose. Glycogen is also found in yeast and fungi. അതായത് ആനിമൽ ബോഡിയിലാണ് ഈ ഗ്ലൈക്കോജൻ കാണപ്പെടുന്നത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജന്റെ രൂപത്തിലായിരിക്കും ആനിമൽ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഓൾസോ ഈ ഗ്ലൈക്കോജന്റെ വേറൊരു പേരാണ് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ആനിമൽ സ്റ്റാർച്ച് ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഗ്ലൈക്കോജന്റെ അനദർ നെയിം ആണ് ആനിമൽ സ്റ്റാർച്ച്. അതെന്തുകൊണ്ടാണ് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്? കാരണം സ്റ്റാർച്ചിലുള്ള കമ്പോണ്ടന്റ് ആണ് അമൈലോസും അമൈലോപെക്റ്റിനും നമ്മൾ പറഞ്ഞു. ഇതിന്റെ സ്ട്രക്ചർ, ഈ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ സിമിലർ ടു അമൈലോപെക്റ്റിൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റേദർ മോർ ഹൈലി ബ്രാഞ്ച്ഡ്. ആൻഡ് ഓൾസോ എന്താണ് ഈ ഗ്ലൈക്കോജൻ ഹൈലി ബ്രാഞ്ച്ഡും ആണ്. ഈ ഗ്ലൈക്കോജൻ എവിടെയൊക്കെ കാണാൻ പറ്റുക നമുക്ക്? ലിവറിൽ കാണും, അതുപോലെ തന്നെ മസിൽസിൽ, ബ്രെയിൻസിലൊക്കെ ഗ്ലൈക്കോജൻ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം ബോഡിയിൽ. നമുക്ക് ഗ്ലൂക്കോസിന്റെ ആവശ്യം വരുമ്പോൾ, നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ആവശ്യം വരുമ്പോൾ എൻസൈംസ് എന്ത് ചെയ്യും? ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓൾസോ ഗ്ലൈക്കോജൻ ആനിമൽ ബോഡിയിൽ മാത്രമല്ല ഈസ്റ്റിലും ഫഞ്ചിയിലും കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പോളിസാക്കറൈഡ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമ്മൾ 3 പോളിസാക്കറൈഡ് ആണ് പഠിച്ചത്: സ്റ്റാർച്ചും, സെല്ലുലോസും, ഗ്ലൈക്കോജനും. അപ്പൊ അതിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. Carbohydrates are essential for life in both plants and animals. They form a major portion of our food. Honey has been used for a long time as an instant source of energy by Vedics in Ayurvedic system of medicine. Carbohydrates are used as storage molecules as starch in plants and glycogen in animals. And cell wall of bacteria and plants is made up of cellulose. We build furniture etc. from cellulose. അതായത് എന്താ പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനും ആനിമൽസിന്റെ ഒക്കെ ലൈഫിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫുഡിന്റെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഹണി എന്താണ്, നമ്മൾ ആയുർവേദിക് സിസ്റ്റം മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആനിമൽ ബോഡിയിലും പ്ലാന്റ്സിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആനിമൽസിലെ ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ പ്ലാന്റ്സിലെ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്ടീരിയന്റെയും പ്ലാന്റ്സിന്റെ ഒക്കെ സെൽ വാൾ എന്താണ്? സെല്ലുലോസ് കൊണ്ട് മേഡപ്പ് ചെയ്തിട്ട് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കുന്നത് അത് സെല്ലുലോസ് കൊണ്ടാണ്. In the form of wood and cloth ourselves with cellulose in the form of cotton fiber. നമ്മൾ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കുന്നത് വുഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ വുഡിൽ എന്താ ഉള്ളത്? സെല്ലുലോസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ കോട്ടൺ ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിലും എന്താണ്? സെല്ലുലോസിന്റെ പ്രസൻസ് ഉണ്ട്. They provide raw material for many important industries like textiles, paper, lacquers, and breweries. Two aldopentoses, D-ribose and 2-deoxyribose are present in nucleic acid. Carbohydrates are found in biosystem in combination with many proteins and lipids. Okay. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻ മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്.
മോണോസാക്കറൈഡിൽ വരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ പഠിച്ചു. ഒലിഗോസാക്കറൈഡിൽ വരുന്ന ഡൈസാക്കറൈഡ്സ് പഠിച്ചിട്ടുണ്ട്. സുക്രോസും മാൾട്ടോസും ലാക്ടോസും അതിന്റെ സ്ട്രക്ചർ അടക്കം പഠിച്ചിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് വരുന്നത് പോളിസാക്കറൈഡ് ആയിരുന്നു. പോളിസാക്കറൈഡിലെ സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജനും സ്ട്രക്ചർ അടക്കം അതിന്റെ ഫങ്ഷൻസും അതിന്റെ സ്ട്രക്ചറും അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണുള്ളത്. Glucose or sucrose are soluble in water, but cyclohexane or benzene are insoluble in water. Explain. And what are the expected product of hydrolysis of lactose? How do you explain the absence of aldehyde group in the pentacetate of D-glucose? So, നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ കാര്യം ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. താങ്ക് യു.